സങ്കടം വന്നാലും ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചു പോകാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. ഉദാഹരണമായി ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ, മൂത്ത കുട്ടിയുടെ പിറന്നാളിന് ഒരു കേക്ക് വാങ്ങിച്ചു. അപ്പൊ ചെറിയ കുട്ടി അവിടെ നിന്ന് കരയാണ്, എനിക്കത് കട്ട് ചെയ്യണം, എനിക്കത് വേണം എന്ന് പറഞ്ഞ് കരയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ ആ ചെറിയ കുട്ടീനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാതെ ആ ഇമോഷൻ എന്താണ്, എന്തിനാണ് കരഞ്ഞത്, എന്ത് ഇമോഷനാണ് അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ സങ്കടമാണോ അല്ലെങ്കിൽ ജെലസി ആണോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്നുള്ളത് കുഞ്ഞിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അടുത്ത സാഹചര്യത്തിൽ കുഞ്ഞ് അത് വെർബലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എന്നെ കൂട്ടാതെ പുറത്തു പോയപ്പോ എനിക്ക് സങ്കടം വന്നു എന്നുള്ള ഇമോഷൻസ് ആ പേര് കുഞ്ഞുങ്ങൾ പറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക. അപ്പം കരയുന്ന കുട്ടീനടുത്ത് കരയല്ലേ, മോശമാണ് എന്ന് പറയാതെ കരയാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുക. അതേപോലെ ഓരോ ഇമോഷനും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അത് റെഗുലേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ചെറുപ്പത്തിലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.